ചെട്ടിപ്പാലം ചന്തയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ കൂന്തൽ മേടിക്കാൻ പോയി. അപ്പോഴാണ് 240 രൂപ എന്ന് പറഞ്ഞു. ഞാൻ 1/2 കിലോ മേടിച്ചു കേട്ടോ. കൈയോടെ തന്നെ ശാന്തമ്മടേക്ക് കൊടുത്ത്. ശാന്തമ്മ ആദ്യം തന്നെ കുടലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. പുള്ളിക്കകത്ത് കുടലും തലയൊക്കെ എടുക്കാൻ പോയി. ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം രണ്ടും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ചെയ്യാൻ പോകുന്നത് തലഭാഗത്തുള്ള ഈ തൊലി അങ്ങോട്ട് പൊളിച്ച് കളയാം. കളറുള്ള ഭാഗം പൊളിച്ച് കളയാം. ഈസി ആയിട്ട് പോകുന്നുള്ളൂ. എടാ ഒന്ന് കഴുകി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വാൽഭാഗങ്ങൾ ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ കളറുള്ള ഭാഗം പൊളിച്ച് കളയാം. പൊളിച്ച് കഴിഞ്ഞിട്ട് അതും എന്നിട്ടും എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ കത്തി വെച്ചിട്ടൊക്കെ ഉരച്ച് കളയാം കേട്ടോ. ഇതിന് തലേന്ന് കുടലും ഇതൊക്കെ കളഞ്ഞ് വരുമ്പോഴേക്കും ഇത് മഷി വരുന്നത് കേട്ടോ. അപ്പോൾ മഷി വന്നാലും നമുക്കത് പിന്നീട് കഴുകി കളയാം. അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇടാം. ക്ലീനായി. അപ്പോൾ പിന്നെയും ഒന്നും കൂടി ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലീൻ ചെയ്യാം. കുടലുണ്ടെങ്കിൽ അതും എടുത്ത് കളയാം. ഓക്കെ, അങ്ങനെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി ഈ ഭാഗം എടുത്തിട്ട് നമ്മളത് നെടുകെ ഇങ്ങനെ കീറി വെക്കണം. എന്നിട്ട് അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിങ്ങനെ വിടർത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളതൊക്കെ വടിച്ച് കളയും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ വരും കേട്ടോ. അതൊക്കെ നമുക്ക് കളയാനുള്ളതാണ്. എന്നിട്ട് അത് സെപ്പറേറ്റ് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിടാം. കഴുകി വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിടാം. ചുമ്മാ വടിച്ച് കളയാം. പിന്നെ അത് ചെറുതായിട്ട് ആവശ്യാനുസരണമുള്ള സൈസിൽ നമുക്കത് ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇനി ഒന്നും കൂടി നമ്മളതൊന്ന് കഴുകി ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ചട്ടിയിലെടുത്തിട്ട് അതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം എടുത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഞാൻ 1 ടീസ്പൂൺ ചേർത്ത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തത് കുറച്ചുള്ളൂ. ഇത്രയും തന്നെ ഉപ്പ് വേണമെന്നില്ല, കാരണം ബാക്കി ഞാൻ മാറ്റിയിടുവാണേ. അത് കഴിഞ്ഞിട്ട് ഒരാവശ്യത്തിനുള്ള ഇഞ്ചി കഷ്ണം, ഇത്രയും ചെറിയൊരു കഷ്ണം എടുത്തത്. അത് കഴിഞ്ഞ ശേഷം വെളുത്തുള്ളി, പിന്നെ അതും ചതച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇതിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ചേർക്കാനാണ്, നമുക്ക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പച്ചമുളക് എരിവ് ആവശ്യമുള്ളവർക്ക് ചേർക്കാം. പിന്നെ അത് തിളച്ച് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ എടുക്കും. മുകളിൽ വരെ നിറഞ്ഞിരുന്നത് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ കൂന്തൽ എന്ന് പറഞ്ഞാൽ നല്ല വേവുള്ളതാണ്. അപ്പോൾ ചട്ടിയിൽ വെക്കുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലും ഒരു 2 വിസിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അത് കൂന്തൽ വറ്റിക്കഴിഞ്ഞ് നമുക്കത് താളിക്കാം. ആദ്യം സവാളയാണ് ഞാൻ എടുത്തത്. സവാളക്ക് പകരം ഉള്ളി ചേർക്കണമെങ്കിൽ ഉള്ളി ചേർക്കാം. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. സവാള പൊരിക്കണമെന്നായിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് എനിക്ക് മൊരിഞ്ഞിരിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് മൊരിയാൻ വേണ്ടി നല്ലപോലെ മൊരിച്ചതിന് ശേഷം വേപ്പില 2 ഇല ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ശകലം പെപ്പർ ചേർക്കുന്നുണ്ട്. ചെറിയൊരു പെപ്പർ ആവശ്യമുള്ളവർക്ക് പെപ്പർ ചേർക്കാം. കുരുമുളക് പൊടിയുടെ ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ചുള്ളല്ലോ. 1/2 ടേബിൾ സ്പൂൺ. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. മുളകിനെ കുറച്ച് എടുക്കുവാണ്, അതുകൊണ്ട് ഒന്ന് പച്ചമുളക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നത്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മസാലയുടെ ഒക്കെ മണമൊക്കെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു മണം തന്നെ. നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ മസാല അതിലേക്ക് നല്ലപോലെ ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കൊന്ന് അതിൻ്റെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാം. അപ്പം നമ്മുടെ കൂന്തൽ കറി റെഡിയായി. നല്ല ടേസ്റ്റി പാർക്കുന്ന കൂന്തൽ ഫ്രൈ എന്ന് വേണമെങ്കിൽ തന്നെ പറയാതെ. ചൂടാണ്. Coba